എടാ വിഡ്ഢികളെ, ശിവൻ എന്നൊക്കെ പറയുന്നത്, ശിവൻ എന്ന് പറയുന്നത് മുസ്ലിംസ് എന്ന് പറയുന്നത് ഈ മമ്മൂട്ടിയും മാമുക്കോയും ഈ ശിവനെയും സ്വാമി വേഷം കെട്ടി നടക്കുന്നതാണ് അഭിനയിക്കണത്. അവർ കാശിന് വേണ്ടി എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യും. കാശിന് വേണ്ടി ജീവനത്തെ വിഗ്രഹങ്ങളെ ആരാധിച്ച് മോഹൻലാൽ ശോഭനയൊക്കെ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യണ പാതിരികളെയും വേഷം കെട്ടി നടക്കും. അവർക്ക് ശിവൻ ചെകുത്താൻ വെടിയാണെന്നോ, കൃഷ്ണനും വിഷ്ണുവും അതൊക്കെ ചെകുത്താൻ വെടികൾ, സ്ത്രീകൾ, നശ്വരമായ സ്ത്രീകളും കുട്ടികളുണ്ടാകും, നശ്വരമായ മൃഗങ്ങളും നശ്വരമായ ഹ്യൂമൻസൊക്കെ അവർക്ക് സൃഷ്ടികർമ്മത്തിൽ പങ്കില്ല. നശ്വരമായ ഹ്യൂമൻസാണ് അവർ, നശ്വരമായ സ്ത്രീകൾ, ചെകുത്താൻ വെടികൾ. അവർ യഹോവ എന്ന് പറയുന്നത് രൂപമില്ലാത്തതാണ്. രൂപമുള്ള പോലത്തെ ഫോട്ടോ, മനുഷ്യൻ്റെ രൂപം, നശ്വരമായ സ്ത്രീയും നശ്വര ഹ്യൂമൻസും നശ്വര മൃഗങ്ങളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അവർ കുടിച്ച് നടക്കും, കള്ളും കുടിച്ച് ഡ്രഗ്സ് അടിച്ച് നടക്കും. അത് തന്നെ കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ആരാധിക്കണം നിങ്ങൾ. യഹോവയ്ക്ക് എന്ന് പറഞ്ഞാൽ രൂപമില്ല. അത് മനസ്സിലായി, സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി, അല്ലാണ്ട് അതിനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. യഹോവയ്ക്ക് രൂപമില്ല. കുടിച്ച എല്ലാം ഏതെങ്കിലും നശ്വരമായ സ്ത്രീയും നശ്വര മൃഗങ്ങളും ഹ്യൂമൻസും സൃഷ്ടിക്കുമോ എർത്ത് ഫുള്ളും? അല്ലെങ്കിൽ ഇപ്പോൾ സൃഷ്ടിച്ചതിനെ വേറെ എണ്ണം കണ്ടതിനെ അത് മനസ്സിലാക്കാൻ പഠിക്കുക. എങ്ങനെയാണ് വരണേ, ഏത് രൂപമില്ലാത്തവരാണ് സൃഷ്ടിക്കണേ, രൂപമില്ലാത്ത യഹോവയാണ് സൃഷ്ടിക്കണേ. അത് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണല്ലേ, യഹോവ എവിടെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണേ? അപ്പോഴേ മനസ്സിലാക്കി വെഡിത്ത ചെറിയ പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ മേടിച്ചോളൂ, അവർ അവിടെ നിന്ന് ഓടിപ്പോവും. നിങ്ങൾ ആ വെഡിത്തര, ആ ചെറിയ പിള്ളേരുടെ മന്ദബുദ്ധിത്തരം ഞാൻ ചെറുപ്പത്തിൽ താടി വീശൊക്കെ വളർന്ന് ഇത്രയും സാരിയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടന്ന് ചെകുത്താൻ വെഡിത്തരം കാണിക്കണേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങൾ. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും വെടുത്ത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി ഇല്ലാന്ന് നിങ്ങൾക്ക്. അതുപോലത്തെ എല്ലാ മുസ്ലിംസും റോമൻ കാത്തലിക്സ് ചെയ്യുന്നത് റിപ്പീറ്റഡ് സാക്രിഫൈസ്. ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്നത്, റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് സാലറി മേടിച്ച് 60,000 2 ലക്ഷം ഒരു മാസം മേടിച്ച് ചെയ്തോന്നാണോ? അത് പങ്കുവയ്ക്കല്ല റിമെമ്പറൻസ് ചെയ്യാൻ പറഞ്ഞേ. സ്നേഹത്തോടെ പങ്കുവയ്ക്കുക. ഫുഡായാലും എന്തെങ്കിലും ആൽക്കഹോൾ ഇല്ലാത്ത വൈനാണെങ്കിലും എന്താണെങ്കിലും പങ്കുവയ്ക്കുക ഫ്രീ ആയിട്ട്, അല്ലാണ്ട് ശോഷിച്ച വാക്കുകൾ വയ്ക്കാണ്ട്, വൃത്തികെട്ട കാര്യങ്ങൾ കഴിക്കാണ്ട്. അതിനെ നിങ്ങൾ വേറെ രീതിയിൽ കാണിച്ചിട്ട് നിന്ന് പാതിരികളുടെ ആവശ്യം നിന്ന് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ പാതിരികളെ കൊണ്ട് സാലറി മേടിപ്പിച്ച് 60,000 2 ലക്ഷം ഒരു മാസം സാലറി മേടിപ്പിച്ച് ആ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ. അത് ആ തെറ്റ് കാണാനേ പോണേ. അല്ല ഞാനിത് മേടിച്ച് കുടിച്ച് നടന്നതിനെ ഞാൻ ആരെ കുറിച്ച് കുറ്റം പറയട്ടില്ല. നിങ്ങൾ അപ്പോഴും വേറെ വീട്ടിൽ സ്വപ്നം കാണണേ. അത് മനസ്സിലാക്കാൻ പഠിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും കുടിച്ച് നടക്കണ ഡ്രഗ്സും അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായേനെ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ജയിക്കണേ. നിങ്ങളെ കുറ്റബോധം ഉളവാക്കാൻ ഞാൻ പല രീതിയിൽ പറയാം. എപ്പോഴും ഞാൻ തന്നെ ജയിക്കണേ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കണം. സമയത്ത് തന്നെ എപ്പോഴും സംസാരിക്കണം. എന്താ പറയണത്? അല്ലാണ്ട് എന്താ അലക്കോലം സംസാരിച്ച് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി പോയേ. അല്ലാണ്ട് ഇപ്പോഴത്തെ ഇത് ജഡ്ജ്മെൻറ്റ് ചെയ്യാനാണ്. അത് വാരിയറിൻ്റെ ഫാമിലിയിൽ വരണേ. യേശുസ് നോട്ട് വെരി നൈസ് പേഴ്സൺ. അത് യുദ്ധമുറ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ജഡ്ജ്മെൻറ്റിന് വേണ്ടി വരണേ. മനസ്സിലാക്കുക. അങ്ങനെയുള്ളത് ഇപ്പോൾ ഫിസിക്കൽ പ്രൂഫ് ഉണ്ടാവില്ല, ഫിസിക്കൽ വാലിഡേഷൻ ഉണ്ടാവില്ല. ആൾക്കാർ ഭയത്തോടെ കാണും. എന്നാലും വിഡ്ഢികളുടെ പോലെ നടക്കണവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന് അത് മനസ്സിലാക്കാൻ പഠിക്കും.